ഹായ്, ഷിൻബുക്കാൻ ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മഡി റൂട്ട്സ് തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തിനോട് അടുക്കുകയാണ് നമ്മൾ. ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ആദ്യകാല കരാത്തയുടെ ഒപ്പം തന്നെ നടന്നിരുന്ന, എന്നാൽ മുഖ്യധാര കരാത്തയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാതെ പോയ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയായിരുന്നു. നിരവധി ശിഷ്യഗണങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയ പല വ്യക്തിത്വങ്ങളിലും അല്ലെങ്കിൽ പല മാസ്റ്റേഴ്സും പറഞ്ഞു കേട്ട ഒരു പേരായിരുന്നു റെൻഷി കാവേരി മോഹൻ. അദ്ദേഹം കേരളത്തിൽ തൻ്റേതായിട്ട് ഒരു ശൈലി രൂപപ്പെടുത്തുകയും അതിലൂടെ നിരവധി ശിഷ്യഗണങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു അല്ലെങ്കിൽ നിരവധി ശിഷ്യഗണങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ വളരെയധികം പ്രാധാന്യം വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി. കാജുക്കാടോ എന്ന് പറയുന്ന ഒരു കരാത്തെ അല്ലെങ്കിൽ ഒരു ആയോധന കല കേരളത്തിലേക്ക് കൊണ്ടുവന്നു. തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വാസുഗുരുക്കൾ എന്ന് പറയുന്ന ഒരു സെൻസായി ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹത്തിൻ്റെ മകൻ സെൻസായി വിജീഷിൻ്റെ അടുക്കലാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. കാവേരി മോഹൻ സെൻസായി ആദ്യകാലത്ത് പഠിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിലുണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയും ഇതോടൊപ്പം നമ്മോടൊപ്പം ഉണ്ട്, ശിവദാസ സെൻസായി. അവർ രണ്ടുപേരിലൂടെയും നമുക്ക് മോഹൻ സെൻസായിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് പേഴ്സണലൈസ് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ടൊന്ന് ഓർക്കുക. എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ എറണാകുളം ജില്ലയിൽ കരാത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് നടക്കുക. ഷിൻബുക്കാൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ അടുക്കിലേക്ക്. നിങ്ങളുടെ അടുത്ത് എത്താനുണ്ടായ ഒരു സാഹചര്യം ഏകദേശം നിങ്ങൾക്ക് അറിയാമായിരിക്കും. റെൻഷി കാവേരി മോഹൻ ഇങ്ങനൊരു വ്യക്തിയെക്കുറിച്ച് ഞാൻ ഈ മഡി റൂട്ട്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നടക്കുമ്പോൾ അറിയാനിടയായി. അപ്പോൾ അതിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇന്ന് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ കുറച്ച് പേരുള്ളത് കോഴിക്കോട് ജില്ലയിലുണ്ട്, കുറച്ച് പേര് തിരുവനന്തപുരം ജില്ലകളിലുണ്ട്. അപ്പോൾ ആരാണ് അദ്ദേഹം, എന്തായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിറങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സെൻസായി വിജീഷുമായിട്ടൊന്ന് പരിചയപ്പെടാനിടയായത്, ശിവദാസ മാഷിനെ പരിചയപ്പെടാനുള്ള കാര്യം. രണ്ടുപേരും നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പരിചയപ്പെടുത്തിക്കൊള്ളുക, അതിനുശേഷം നമുക്ക് അടുത്ത മാറ്റത്തിലേക്ക് പോകാം. ശിവദാസൻ വളരെ ചെറുപ്രായത്തിലെ ജോലിയിലും ഒപ്പം തന്നെ ആയോധന കലയിലും പ്രവേശിച്ച ഒരാളാണ്. വാസുഗുരുക്കളെ പരിചയപ്പെടുന്നതും ബന്ധപ്പെടുന്നതും ആ ഫാക്ടറിയിൽ വെച്ചാണ്. അങ്ങനെ 2074 ഞാൻ ആയോധന കലയിലേക്ക് പ്രവേശിക്കുന്നത്. 73 ലാസ്റ്റ് 73 വാസുഗുരുക്കളെ ശിക്ഷണത്തോടെ കളരിയിലേക്കായിരുന്നു ആദ്യ പ്രവേശനം. കളരിയിലൂടെ ഏകദേശം 6-7 വർഷത്തോളം കഴിഞ്ഞു. അങ്ങനെ കരാട്ടയെ പഠിപ്പിക്കുന്നതും അതിനെപ്പറ്റി മനസ്സിലാക്കി തന്നെ അതിൻ്റെ ബാലപാഠം തന്നെ പറയാം വാസുഗുരുക്കളിലൂടെ തന്നെ പഠിച്ചു. കളരിയിൽ ചേർന്ന് എത്ര വർഷം? ഒരു 6 വർഷത്തിന് പുറത്ത്. അതിന് ശേഷമാണ് നമ്മൾ വാസുഗുരുക്കൾ തന്നെ 79 കാലഘട്ടം വാസുഗുരുക്കൾ തന്നെ കരാട്ടയുടെ കുറേ പാർട്ടുകൾ പരിശീലനം കൊടുത്തു. അങ്ങനെ കരാട്ടയുടെ പരിശീലനവും ഒപ്പം തന്നെ അങ്ങനെ കൊണ്ടുവരുന്ന ആ സമയത്താണ് പിന്നെ തിരുവനന്തപുരം ആസ്ഥാനമായി കാജുക്കാട് എന്നൊരു കരാത്തെ ക്ലാസ് പ്രവർത്തിക്കുന്നതും അതിൻ്റെ ഹെഡായിട്ട് കാവേരി മോഹൻ മാഷാണ് പ്രോഡക്റ്റ് എല്ലാം കൊടുത്തി. അപ്പോൾ നമ്മളതിൻ്റെ കുറച്ച് ബന്ധമുള്ള കരാട്ട മാഷായിരുന്നു. ഒന്ന് ഷോട്ടോക്കാൻ കരാട്ടയുടെ ഇതിലെ ഭാഷ മാസ്റ്റർ, പിന്നെ ഇപ്പം കെമ്പോയുടെ ഒരു മാഷായിരുന്ന വാസുദേവൻ. ഇവർ 3 പേരും കൂടെ ഒന്നിച്ച് പിന്നെ ഇവിടെ തിരുവനന്തപുരം കാവേരി മോഹൻ മാഷായിട്ട് കണക്ട് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് പരിശീലനത്തിൽ ഒരു ക്യാമ്പ് അവിടെ പോയി 1.5 മാസത്തെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പൊക്കെ ചെയ്യുന്നത്. അത് ഏത് വർഷമായിരിക്കും എന്ന് വെച്ചാൽ സെൻസായി തുടങ്ങിയത് 79-ലാണെങ്കിലും ഒരു പക്ഷേ അതിക്ക് മുമ്പേ വാസുഗുരുക്കൾ കരാട്ടെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടാവണമല്ലോ, അതുകൊണ്ടാണ് അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാനൊക്കെ സാധിക്കും. അത് ആരിലൂടെയായിരുന്നു എന്ന് പറഞ്ഞാൽ
ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഈ കാര്യങ്ങളിലേക്ക് എത്തിച്ചതെന്ന് ആളാരായിരുന്നു എനിക്കും അറിയില്ല. നമസ്കാരം, എൻ്റെ പേര് വിജേഷ്. അസൂർക്കളുടെ മകനാണ്, ശിഷ്യനാണ്. ഇതിൻ്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മാസ്റ്റർ ശിവദാസ് മാസ്റ്റർ. ഒരുപാട് മാസ്റ്റർമാരുണ്ടെങ്കിലും ഇപ്പം സെൻസായി ചോദിച്ച പോലുള്ള ചില കാര്യങ്ങൾക്കുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ എനിക്കും അറിയാത്ത കാര്യങ്ങളാണ്. കാരണം ഈ ഒരു 79 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ ഒരു ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. ഇപ്പം മാഷ് പറഞ്ഞ പോലെ തന്നെ കളരി പഠിപ്പിക്കുന്നതോടുകൂടെ കരാത്തേയും പഠിപ്പിച്ചിരുന്നു. അപ്പം ആൾ ഇവിടുന്ന് പഠിക്കുന്നുണ്ട് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട്. അങ്ങനെ ആയിരിക്കാം കാവേരി മോഹൻ സെൻസായിലേക്ക് എത്തുന്നതും ബ്ലാക്ക് ബെൽറ്റ് വാങ്ങുന്നതും. അന്ന് അവർ 3 പേര്, ഭാഷക്ക, വാസുദേവൻ സെൻസായി, പിന്നെ അച്ഛനും, ഒരു 3 പേരുമാണ് ബ്ലാക്ക് എടുത്തിട്ട് ഇവിടെ. അതെ, ആ കാലഘട്ടത്തിൽ ഇല്ല. ഇത് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ആള് ഈ കളരിയിൽ നല്ല കഴിവുള്ള വ്യക്തിയായിരുന്നു. ആ സമയത്താണ് ഈ കാവേരി സെൻസായി റൺഷി കാവേരി മോഹൻ മാസ്റ്റർ ഇത് സ്പ്രെഡ് ചെയ്യാൻ, അതായത് മീൻസ് കരാട്ടെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശം ആളുടെ മനസ്സിലുണ്ടാവാം. അങ്ങനെ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവർക്ക് ആളുടെ എക്സ്പീരിയൻസും അവർ അറിയുന്ന മാർഷൽ ആർട്സിനെ കുറിച്ചിട്ടും മനസ്സിലാക്കിയിട്ട് അവർക്കൊരു ഡാന് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളത്. എനിക്കിപ്പോഴും അറിയില്ല. കാരണം നമ്മൾ ജനിച്ച് ചെറിയ കുട്ടിയാകുന്ന സമയത്തെ അച്ഛൻ ബ്ലാക്ക് ബെൽറ്റ് എടുക്കുന്നുണ്ട്. കളരി ഉള്ളത് മാഷ് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ജനിച്ച ആ സമയം മുതൽ കളരിയും കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. കുറച്ചൊരു ഓർമ്മ വെക്കുന്ന സമയത്തോടു കൂടി നമ്മൾ കരാട്ടയിലേക്ക് വന്നു. യൂണിഫോം ഇട്ടിട്ട് കരാട്ടെ കളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരുന്നു. അങ്ങനെ ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു ധാരണ. കാരണം അതിനെപ്പറ്റി ഇപ്പോൾ ആധികാരികമായിട്ട് പറയാൻ പറ്റിയ ഒരാൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അതെ, ഇവർക്ക് അതെ അവർക്ക് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ കളരിയുടെ കൂടെ തന്നെ ഇവർക്ക് കരാട്ടയും പഠിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് വരുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചോദിക്കാൻ ആഗ്രഹിച്ചാർന്ന കാര്യം അത് തന്നെയാണ്. വാസുഗുരുക്കളെ കുറിച്ചിട്ടാണെങ്കിലും മകൻ എന്ന നിലയ്ക്കും അല്ലെങ്കിൽ ശിഷ്യൻ എന്ന നിലയ്ക്കും രണ്ടുപേർക്കും പറയാനുണ്ടാവും. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫാക്ടറിയിലൂടെയാണ് വാസുഗുരുക്കളായിട്ട് അതുകൊണ്ട് പരിചയപ്പെടുന്നതും ആ സ്നേഹത്തോടുകൂടി തന്നെ കരാട്ടെ ക്ലാസ്സിലേക്ക് കളരിയിലേക്ക് എത്തിപ്പെടുന്നു. അത് വർഷം പിന്നെ ഒരു പ്രധാന ശിഷ്യന്മാരുടെ ഒരാളായിട്ട് തന്നെ ഞാൻ തുടർന്നു. ഈ സമയം വരെ അങ്ങനെ തന്നെ പോകുന്ന കാലഘട്ടത്തിലാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നതും അവിടെ ഒരു 1.5 മാസത്തോളം നീണ്ടുനിൽക്കുന്ന ട്രെയിനിങ്ങിൽ അവരുടെ യോഗ്യതക്കനുസരിച്ചുള്ള ഗ്രേഡ് കൊടുത്തുകൊണ്ട് തിരിച്ചു വരുന്നതും അതിനുശേഷം ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ ഗുരുക്കൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3 പേര് 3 പാർട്ടായിട്ട് ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നു. അവരൊക്കെ നേരത്തെ കരാട്ടേൻ്റെ ആ സ്വഭാവ രീതിയിലാണെങ്കിലും നമ്മളങ്ങനെയല്ലായിരുന്നു, കളരിയിലായിരുന്നു. ഈ ട്രെയിനിങ് കഴിഞ്ഞ് വന്നതിന് ശേഷം മാഷ് ബെൽറ്റ് സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. അപ്പം അന്ന് പഠിച്ചിട്ടുള്ള സീനിയറായുള്ള ആളുകൾക്കൊക്കെ ഡയറക്റ്റ് ബ്രൗൺ ബെൽറ്റിലേക്ക് പ്രൊമോഷൻ കൊടുത്തു. മറ്റുള്ള യോഗ്യതക്കനുസരിച്ചുള്ള ഇതും കൊടുത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കരാട്ടയിൽ കാജുക്കാടോ കരാട്ടെ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് നെയ്മോട് കൂടി ഇങ്ങോട്ട് കോഴിക്കോട് അത് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഒരു 6-7 വയസ്സിൽ, അതായത് കാരണം നന്നായി ചെറുപ്പത്തിൽ തന്നെ ക്ലാസ്സിലാണ് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് കളിക്കും. പിന്നീട് അത് കുറേ സമയത്തേക്ക് നമ്മളെ ക്ലാസ്സിൽ അത് ഒരു സിലബസ് ആയിട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല, വെറുതെ കളിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. പിന്നീട് കുറച്ച് പ്രായം പഠിക്കേണ്ട സമയമായി എന്ന് തോന്നിയ സമയത്താവാം കരാട്ടെ ഡ്രസ്സും കാര്യങ്ങളും വാങ്ങി തരുന്നത്. അതുവരെ കളിക്കുന്നു. അന്നൊക്കെ അച്ഛന് കുറേ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. ഞാനൊരു 15-16 വയസ്സിൽ ബ്രൗൺ ഫസ്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അത് എല്ലാ ടെസ്റ്റിനും നിർത്തൂല. അന്നത്തെ അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു. 18 വയസ്സ് കഴിഞ്ഞിട്ടേ നിനക്ക് ബെൽറ്റ് തരൂ, ബ്ലാക്കിലേക്ക് ടെസ്റ്റിന് നിർത്തൂ എന്നുള്ളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. അന്ന് ചെറിയ കുട്ടികൾ ക്ലാസ്സിലില്ല. ഉള്ളത് ഏറ്റവും ചെറുത് ഞാനും ഒരു നിഷിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, തൊട്ടയൽവാസി, സെയിം ഏജാണ്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും താടിയും മീശയൊക്കെ വെച്ച് വലിയ ആളുകളാണ്. ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 പേര് മാത്രം. പെൺകുട്ടികൾ എന്ന് പറയുന്നത് ക്ലാസ്സിലില്ല. ആ സമയം മുതൽ കളിച്ച് 18 വയസ്സ് വരെ ഞാൻ ബ്ലാക്ക് ബെൽറ്റിന് കാത്തിരിക്കേണ്ടി വന്നു. ഒരു 2 വർഷത്തോളം. അത് അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ആ ഒരു നല്ലൊരു രീതിയിൽ തന്നെയായിരുന്നു ആൾ കൊണ്ടുവന്നത്. വളരെ വളരെ ഡിസിപ്ലിൻ. ആ ജീവിതത്തിലും ഒരു ഷാർപ്പ് ഇത്ര സമയത്ത് എഴുന്നേൽക്കണം എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചിട്ടയോട് കൂടിയിട്ട് ടൂർണമെൻറ്റിന് കൊണ്ടുപോകണമെങ്കിലും ഒരു കുട്ടി
ഒരു ആ റിങ്ങിൽ ഒരു ചീത്തൊരു ബിഹേവിയർ ഉണ്ടാവരുത്. നല്ല സ്വഭാവത്തോട് കൂടിയിട്ട് എല്ലാ കുട്ടികളും എന്നും അച്ഛനൊക്കെ അഭിമാനത്തോടു കൂടി പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ കരാട്ടെ പഠിക്കുന്നത് മറ്റുള്ളവൻ്റെ നെഞ്ഞത്തേക്ക് കയറാനല്ല, നമ്മൾക്ക് ഫിസിക്കലി ഫിറ്റ് ആവാനും പ്ലസ് നമ്മളുടെ സ്വയം രക്ഷയും. ഓടേണ്ട സമയത്ത് ഓടണം, ചാടേണ്ട സമയത്ത് ചാടണം. അതിന് നമ്മൾ വില്ലിങ് ആയിരിക്കണം, അതിന് നമ്മളിത് പഠിക്കാം. കാവേരി മോഹൻ മാഷിന്റെ ട്രെയിനിങ് സെൻസൈക്കും കിട്ടി? തീർച്ചയായിട്ടും ഉണ്ട്. കുറച്ചും കൂടെ കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ടാവുക മാസ്റ്റർക്ക് ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രെയിനിങ്ങിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ രീതികൾ അതേക്കുറിച്ചൊന്ന് കാവേരി മോഹൻ മാഷിൻ്റെ ട്രെയിനിങ്